അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ പൾസറിൻ്റെ ഫസ്റ്റ് സർവീസാണ്. 1 മന്ത് അല്ലെങ്കിൽ 500 to 700 കിലോമീറ്ററിനുള്ളിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഞാനിപ്പോൾ ഈ ബൈക്ക് എടുത്തിട്ട് ഏകദേശം 1.5 മാസമായി. ആദ്യം തന്നെ ബൈക്ക് നേരെ വാഷിങ്ങിന് കയറ്റി. നോർമലി ഫസ്റ്റ് 3 സർവീസുകൾ ഫ്രീ സർവീസ് ആയിരിക്കും വരുന്നത്. പക്ഷേ എനിക്കിത് പെയ്ഡ് സർവീസാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രീ സർവീസ് ഇല്ല, ഫസ്റ്റ് സർവീസ് തൊട്ട് തന്നെ ചെറിയ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ സർവീസ് കോസ്റ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞാൽ വാഷിംഗ് കഴിഞ്ഞ് നമ്മുടെ ബൈക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ സർവീസിന് കയറ്റുവാണ്. ഈ ഒരു റാക്കിന് മുകളിൽ വെച്ചാണ് ഇവർ സർവീസ് ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസിൽ നമുക്ക് വരുന്നത് എഞ്ചിൻ ഓയിൽ ചേഞ്ചും അതുപോലെ തന്നെ ചെയിനിൻ്റെ ഒരു ക്ലീനിങ്ങും ലൂബ്രിക്കേഷനും മറ്റുമാണ്. മറ്റ് കംപ്ലയിൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സർവീസ് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് കൊണ്ടുപോയി. അറൗണ്ട് ഒരു 2 hours നമുക്ക് ബൈക്ക് സർവീസ് കഴിഞ്ഞ് കിട്ടി. ഞാൻ ബൈക്ക് എടുത്ത കപൂർത്തല ഷോറൂമിൽ തന്നെയായിരുന്നു സർവീസിന് കൊണ്ടുവന്നിട്ടുള്ളത്. പറഞ്ഞ ടൈമിനുള്ളിൽ എനിക്ക് ബൈക്ക് കിട്ടി. പക്ഷേ എനിക്ക് ആ വാഷിങ്ങിൻ്റെ കാര്യമൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബൈക്ക് റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും ഒന്ന് പേ ചെയ്യണം. അപ്പോൾ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബില്ല്. ഫേവറേറ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. 700 ആണ് ടോട്ടൽ എനിക്ക് ഫസ്റ്റ് സർവീസിന് ഇതിന് ചിലവായിട്ടുള്ള എമൗണ്ട് വരുന്നത്. ഓയിൽ ചേഞ്ച്, കൺസ്യൂമബിൾ ചാർജും പിന്നെ ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കാണാം. അതേപോലെ സർവീസ് ടൈം ആകുമ്പോൾ നമ്മുടെ മീറ്ററിനുള്ളിലെ ഒരു സ്പാനറിൻ്റെ ലോഗോ വരും. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇനി ഡിസ്റ്റൻസ് ടു സർവീസ് വരുന്നത് 3906 കിലോമീറ്ററിലാണ്. നമുക്ക് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും കിലോമീറ്ററെല്ലാം നമുക്ക് മീറ്ററിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള മൈലേജും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതും ഉടനെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.